SFI അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കൊല്ലത്ത് നിന്നുള്ള ആദർശം സച്ചിയാണ്. ആദർശ് കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് ചുമലിലുള്ളത്. എങ്ങനെയാണ്, കാരണം മോദി സർക്കാരിൻ്റെ കീഴിൽ വലിയ തരത്തിൽ വിദ്യാഭ്യാസ മേഖലയൊക്കെ തന്നെയും ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം, എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? വലിയ ഉത്തരവാദിത്തം കൂടിയല്ലേ? ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സമര പ്രഖ്യാപനമായി മാറിയിരിക്കുകയാണ് SFI അഖിലേന്ത്യാ സമ്മേളനം. ഈ പറഞ്ഞതുപോലെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ ഈ പറഞ്ഞ 3 സികളാണ്: കൊമേഴ്സ്യലൈസ് ചെയ്യുക, കമ്മ്യൂണലൈസ് ചെയ്യുക, സെൻട്രലൈസ് ചെയ്യുക. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രീകരിച്ച് ഒരു സംഘപരിവാരത്തിൻ്റെ വാക്കായി അല്ലെങ്കിൽ ആയുധമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സാധാരണപ്പെട്ട ജനവിഭാഗങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികളെ, പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെല്ലാം ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്താക്കാനുള്ള ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നല്ല പേരൊക്കെ ഇട്ട് നടപ്പിലാക്കുമ്പോഴും അത് പൂർണ്ണമായി ഈ നിലയിലാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണക്ക് പറയും, ഏകദേശം 67,000 സ്കൂളുകളാണ് ഈ കഴിഞ്ഞൊരു 4 വർഷത്തിനിടയിൽ പൂട്ടപ്പെട്ടത്. അതെല്ലാം സർക്കാർ സ്കൂളുകളാണ്. അതിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ BJP സർക്കാർ പറയുന്ന ഡബിൾ എൻജിൻ സർക്കാരുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റമായിരിക്കും, വലിയ വികസനങ്ങളായിരിക്കും നടക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കൂൾ പൂട്ടപ്പെട്ട 2 സംസ്ഥാനങ്ങൾ, ഒന്ന് മധ്യപ്രദേശും മറ്റൊന്ന് ഉത്തർപ്രദേശുമാണ്. ഇതിലധികം പ്രതിസന്ധികളാണ് BJP ഗുജറാത്തിൽ. അവിടെ ഈ ജാതിപരമായി പോലും സ്കൂളുകൾ, ഇപ്പോൾ ഒരു ജാതി വിഭാഗത്തിന് ഒരു സ്കൂള്, മറ്റൊരു ജാതി വിഭാഗത്തിന് മറ്റൊരു സ്കൂൾ, ആ നിലയിൽ ആ ജാതി മത വേർതിരിവോടുകൂടിയുള്ള ശ്രമം നടക്കുന്നു. അതായത് ഇവർ ഒരു നിലയിലും വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനല്ല, സാധാരണക്കാരുടെ വിദ്യാഭ്യാസം എന്നതിനെ നൽകുന്നതിന് വേണ്ടി ശ്രമമല്ല നടത്തുന്നത്. ഇത് എങ്ങനെ പണം ഉണ്ടാക്കാം, ലാഭകരമല്ല എന്ന് പറഞ്ഞ് എങ്ങനെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാമെന്നൊരു ഇടപെടലാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയല്ല മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സർവകലാശാലകളെ, കേന്ദ്ര സർവകലാശാലകളെല്ലാം സംഘപരിവാറിൻ്റെ ആളുകളെ കുത്തിനിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫാക്കൽറ്റി ആയിക്കൊള്ളട്ടെ, അതെല്ലാം പൂർണ്ണമായി സംഘപരിവാർ പ്രവർത്തിച്ചു എന്നത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി വലിയ പ്രക്ഷോഭവും സമരങ്ങളുമായി SFI മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഭാവി തീരുമാനങ്ങൾ എന്ന നിലയിൽ തന്നെ നമ്മൾ പറയാനുള്ളത്. ഈ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിൽ സർവകലാശാലകളിൽ, അതിനൊപ്പം തന്നെ ക്യാമ്പസുകളിൽ ഇടപെടാനൊരു ശ്രമം കേന്ദ്രം നടത്തുന്നു. അതിനെതിരെയും കൂടെ കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതായത് കേരളം രാജ്യത്തിന് ഇപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സംസ്ഥാനമാണ്. അതായത് ഒരു ബദൽ എന്ത് എന്ന് രാജ്യത്താകമാനം തന്നെ ചോദിക്കുമ്പോൾ ബദൽ എന്നുള്ളത് കേരളത്തിലുണ്ട്. അപ്പോൾ ഇന്ന് വിവിധ പറഞ്ഞ സമ്മേളനത്തിൻ്റെ ഭാഗമായി പറഞ്ഞതുപോലെ 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളോട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് കേരളത്തെ കാണുന്നത്. ഇവിടുത്തെ ഹൈടെക് സംവിധാനമുള്ള സ്കൂളുകൾ, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ഈ ലബോറട്ടറി ഫെസിലിറ്റീസ്, ലാബ് ഫെസിലിറ്റീസ്, ആ നിലയെല്ലാം നോക്കണം. അധ്യാപകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ, വിദ്യാർത്ഥി സൗഹൃദമായ സ്കൂളുകൾ അല്ലെങ്കിൽ ഉന്നത ക്യാമ്പസുകൾ, ആ നിലയിൽ ഈ വലിയൊരു ബദലാണ്, ഒരു ആൾട്ടർനേറ്റീവാണ് കേരളം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബദലിനെ തകർക്കുക, ആ ബദലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം, ആ ബദൽ ഉയർന്നു വന്നാൽ അത് സംഘപരിവാറിന് അതൊരു മോശപ്പെട്ട നിലയിലേക്ക് അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം തുറന്നു കാട്ടപ്പെടും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഈ നടത്തിയ എല്ലാ വികസന പ്രവർത്തനം, അല്ലെങ്കിൽ ഈ നടത്തിയ ഈ വിവിധ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങൾ ഇവരെ ഉൾപ്പെടുത്തി എങ്ങനെ ഇല്ലാതാക്കാം. അതോടൊപ്പം തന്നെ ഇതിനെല്ലാം ഈ പറഞ്ഞത് പോണയ്ക്ക് വൈസ് ചാൻസലർ നിയമനങ്ങളെയൊക്കെ പിൻവാതിലിലൂടെ ഇവരെ ഉപയോഗിച്ച് എങ്ങനെ നടത്താമെന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല, എവിടെയൊക്കെയാണ് BJPക്ക് ബദലായ ഒരു സർക്കാരുകളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ പ്രശ്നമുണ്ട്. വലിയ സമരം തമിഴ്നാട്ടിൽ SFIയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വലിയ നിലയിലാണ് ഈ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിരോധം SFIയുടെ ഭാഗമായി കഴിഞ്ഞിടങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാനുള്ളപ്പോൾ വലിയ പ്രതിരോധങ്ങളോട് തീർത്തു. പുതിയ ഗവർണർ വന്നപ്പോൾ അതൊരു RSSകാരൻ തന്നെ ഗവർണറായിട്ട് വരുന്നു. ആ നില വരെ ഇടപെടൽ നടത്തുന്നു. വലിയ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളുമായി SFI മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനം കൂടെ അവർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ സമര പ്രക്ഷോഭങ്ങളുമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രക്ഷോഭവും പ്രതിരോധവുമായി SFI മാറും. സ്കൂൾ തലം മുതൽ ബോധവൽക്കരണം നടത്തും എന്ന തരത്തിലേക്കാണോ? അങ്ങനെ അത് സ്കൂൾ തലം മുതൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധവൽക്കരണം അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഈ പറഞ്ഞ വിവിധ ക്യാമ്പയിനുകൾ ഇത് താഴെ എത്തിക്കാൻ വേണ്ടി ഇതിപ്പോൾ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലായിട്ടുണ്ട് ഈ സംഘപരിവാർ ഏത് നിലയിലേക്കാണ് വിദ്യാഭ്യാസ മേഖല അശാസ്ത്രീയത പഠിപ്പിക്കുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ വിവിധ മിത്തുകളെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ നമ്മുടെ പാഠപുസ്തകത്തിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവരുടെ ഈ വിഷയങ്ങളിൽ സബ്ജക്റ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം,
അപ്പം അങ്ങനെയുള്ള വേറെ നിലയിലുള്ള ഓരോ വിഷയങ്ങളതിനകത്ത് ഇപ്പോൾ കോർ സബ്ജക്റ്റിന് ഒരു നിലയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആവശ്യമില്ലാത്ത വിവിധ വിഷയങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് അപ്പം അതിനകത്ത് എന്താ അവർ ചരിത്രത്തെ തിരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ കൂടെ നടത്തും. അപ്പം സവർക്കറിനെ ഉൾപ്പെടുത്തുന്നു, ഗാന്ധിജിയെ പുറത്താക്കുന്നു. ആ നിലയിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരമാണ് ചരിത്രത്തെ തിരുത്തുക, മിത്തുകളും അശാസ്ത്രീയതയും വരുത്തുക എന്ന നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വിവിധ മതസംഘടനകൾക്ക് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു. അതിനെ കൂടെ എങ്ങനെ അതും കൂടെ എടുത്ത് പറയേണ്ടതല്ലേ? മതസംഘടനകൾ ഇത്തരം മതസംഘടന ഒരു കാരണം വെച്ചാൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലാണ് ഈ പറഞ്ഞ പോലെ ഒരു ബദൽ ഉയർത്തിപ്പിടിച്ചൊരു വിദ്യാഭ്യാസ സംവിധാനം ഉള്ളത്. ഇപ്പോൾ കേരളം ആ പരിപാടി അല്ല സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഖ്യാപിച്ചത് എന്താ? ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. അപ്പോൾ എല്ലാ മതസംഘടനകൾ, യുവജന സംഘടനകൾ, അത് ഏത് നിലയിലായിക്കോട്ടെ ആ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വരണം. കേരളം എന്ന നിലയിൽ മാറ്റം വന്ന ഇപ്പം രാജ്യത്ത് തന്നെ മാതൃകാപരമായ ഒരു സംസ്ഥാനം, അത് ഏത് നിലയിലായിക്കോട്ടെ, അങ്ങനെ പുരോഗമനപരമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു മതസംഘടനകൾ ആ നിലയിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അവരെല്ലാവരും ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ നന്ദി. ഏതായാലും വലിയ പോരാട്ട മുഖത്ത് തന്നെയാണ് SFI നിൽക്കുന്നത്. ഭാവിയിൽ എന്തൊക്കെ പ്രവർത്തനം ചെയ്യണം, ഏത് രീതിയിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ ചെറുക്കണം, ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദർശം സജി വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘ മാധവൻ, കോഴിക്കോട്.